യോഗ പ്രാണവിദ്യ എന്ന ഹീലിംഗ് സമ്പ്രദായം പ്രകൃതി നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ രീതികളാണ്. പ്രകൃതിയുടെ മറഞ്ഞിരിക്കുന്ന നിഗൂഢ സിദ്ധാന്തങ്ങൾ, നിഗൂഢമായ തത്വങ്ങൾ അടിസ്ഥാനപരമായി ചിട്ടപ്പെടുത്തി തയ്യാറാക്കിയ ചില ഊർജ തത്വങ്ങൾ ഉപയോഗിച്ച് ഉള്ള ചികിത്സകളാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അത്ര അറിവില്ല. അത് ആളുകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഇല്ല. മനസ്സിലാക്കാൻ ശ്രമിച്ച ആളുകൾ അതിൻ്റെ ശാസ്ത്രത്തെ മനസ്സിലാക്കുകയും അത് പ്രകൃതിയുമായി എത്രമാത്രം അടുത്തു നിൽക്കുന്നു എന്നറിയുകയും അത് എത്ര മികച്ചതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അവരുടെ ജീവിതങ്ങളിൽ ഇത് ഉപയോഗിച്ച് മേന്മയേറിയ ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക്, അസുഖങ്ങളില്ലാത്ത, മാനസിക വ്യഥകളില്ലാത്ത, സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ ഈ തത്വങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ എല്ലാവർക്കും അവകാശമുള്ളതാണ്. വളരെ ലളിതമായ പാഠ്യക്രമങ്ങൾ തയ്യാറാക്കിയത് സയൻറ്റിസ്റ്റായിരുന്ന മഹാത്മാ ചൊവാക്കോക്സുയിയാണ്. അദ്ദേഹം തയ്യാറാക്കിയ ചികിത്സാ സമ്പ്രദായങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വലിയ വലിയ അവതാര പുരുഷന്മാർ ചെയ്തിരുന്ന ഹീലിംഗ് സമ്പ്രദായങ്ങളുടെ ശാസ്ത്രം ഗ്രഹിച്ച് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള യോഗീവര്യന്മാർ ചെയ്യുന്ന പരിശീലിക്കുന്ന പരിശീലനങ്ങളെ കണ്ട് മനസ്സിലാക്കി, അറിഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെ കോർത്തിണക്കി ചിട്ടപ്പെടുത്തി തയ്യാറാക്കിയ ഈ പാഠ്യപദ്ധതികൾ വളരെ മഹനീയമാണ്. ഇതിലെ പ്രാണശക്തി, നമുക്കറിയാം, ജീവൻ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഊർജം ആവശ്യമാണ്. നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഊർജം ലഭിക്കുന്നു, വായു എടുക്കുമ്പോൾ നമുക്ക് ഊർജം ലഭിക്കുന്നു, വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഊർജം ലഭിക്കുന്നു, സൂര്യപ്രകാശം കിട്ടുമ്പോഴും നമുക്ക് ഊർജം ലഭിക്കുന്നു. ഊർജത്തിൻ്റെ പ്രധാനപ്പെട്ട ഭൗതികമായ സോഴ്സുകൾ സൂര്യനും ഭൂമിയും വായുവുമാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉപഘടകങ്ങളായിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. നമ്മെ നിലനിർത്തുന്ന, നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന ജീവശക്തി, പ്രാണശക്തി, അത് സ്വീകരിക്കാനായി നമ്മുടെ ശരീരത്തിന് തന്നെ ഇൻവിസിബിളായിട്ടുള്ള ചില രീതികളുണ്ട്. നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് അതിന് ചുറ്റുമായി നിൽക്കുന്ന പ്രാണോർജം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പ്രകാശവലയമുണ്ട്. ഓറ എന്നാണ് അതിന് പറയുക. ഫിസിക്കൽ എനർജി ബോഡി ഈതറിക് ഫോമിൽ പുറത്തേക്ക് പ്രകാശമായി തള്ളി നിൽക്കുന്നു. തുടക്കത്തിലെ തന്നെ പഠിക്കുന്ന ആളുകൾക്കത് കണ്ണുകൊണ്ട് കാണാനായിട്ടുള്ള പരിശീലനങ്ങൾ നൽകാനായിട്ട് തുടങ്ങുന്നു. രണ്ട് അടിസ്ഥാന തത്വങ്ങൾക്കനുസരിച്ചാണ് ഹീലിംഗ് സമ്പ്രദായം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി. ശരീരത്തിന് തനതായ സ്വയം ചികിത്സാ പദ്ധതി ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? മുറിവേറ്റ ഒരിടത്ത് വൃത്തിയാക്കി വെച്ചാൽ അവിടെ തന്നെ ഹീലായി പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ പ്രകൃതിയിലെ ഏത് കാര്യം എടുത്തു നോക്കിയാലും അത് സെൽഫായിട്ട് അതിനെ ഹീൽ ചെയ്യുന്നത് കാണാം. മൃഗങ്ങളായാലും മരങ്ങളായാലും ഒക്കെ സെൽഫ് ഹീൽ ചെയ്യുന്നത് കാണാം. നമ്മുടെ ശരീരത്തിൽ ഹീലിംഗ് സ്വയമായിട്ട് ചെയ്യാൻ സാധിക്കാതെ ശരീരത്തിന് വന്നാലാണ് നമുക്ക് അസുഖങ്ങൾ പുറത്തേക്കായിട്ട് വരിക. അതിനെ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറിക്ക് പറ്റുന്ന തരത്തിൽ ഹെൽത്ത് എനർജി കുറഞ്ഞിരുന്നാൽ അവിടെ അടിഞ്ഞുകൂടിയ ചീത്ത ഊർജങ്ങളെ കളഞ്ഞ് ശുദ്ധമായ പ്രകൃതിയിലെ നിറഞ്ഞിരിക്കുന്ന ജീവപ്രാണനെ കൊടുത്ത് സൗഖ്യം ഉണ്ടാക്കുന്നു.
അപ്പോൾ സെൽഫ് റിക്കവറി എന്നുള്ള ആശയത്തെ ഇൻക്രീസ് ചെയ്യിച്ച് ശരീരത്തിന് സ്വയം തന്നെ ചികിത്സിക്കാനുള്ള പദ്ധതിയെ മികച്ചതാക്കി മാറ്റാനായി ചീത്ത ഊർജങ്ങളെ എടുത്തു കളഞ്ഞ് അവിടെ പുതു ഊർജം കൊടുക്കുന്ന രീതിയാണ് ഹീലിംഗ് സമ്പ്രദായം. ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി, ദ പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് ഫോഴ്സ്. അപ്പോൾ ലൈഫ് ഫോഴ്സ് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ശക്തിയെ സ്വാംശീകരിച്ചെടുക്കാനായി ഒരു ഹീലർ പഠിക്കുന്നു. അതെടുത്ത് അഴുക്ക് പിടിച്ച രോഗം ബാധിച്ച ഭാഗങ്ങളെ വൃത്തിയാക്കാനായിട്ടുള്ള രീതികൾ ഉപയോഗിച്ച് ശരീരത്തിൽ സ്പർശിക്കാതെ തന്നെ ശരീരത്തിലെ അവയവങ്ങളിലും ഊർജ ശരീരങ്ങളിലും കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെ എടുത്തു കളഞ്ഞ് അവിടെ പുതു ഊർജം കൊടുത്ത് പുതിയ ജീവപ്രാണനെ കൊടുത്ത് സൗഖ്യപ്പെടുത്താനായിട്ട് ഒരു ഹീലർക്ക് സാധിക്കുന്നു. വളരെ ലളിതമായി പഠിക്കാവുന്ന പ്രകൃതിയുടെ നിഗൂഢമായ ചില തത്വങ്ങളനുസരിച്ച് ആഗ്രഹിക്കുന്ന ആർക്കും ഇത് പഠിക്കാവുന്നതാണ്. മറ്റൊന്ന് ദ പ്രിൻസിപ്പിൾ ഓഫ് കറസ്പോണ്ടൻസ്, ദ ലോ ഓഫ് കറസ്പോണ്ടൻസ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രകൃതിയുടെ നിയമം സെൽഫായിട്ട് എനർജി ബോഡിയെ ഏതെങ്കിലും തരത്തിൽ ചീത്ത ഊർജങ്ങളുടെ സാന്നിധ്യം ഉണ്ടായാൽ അത് ഫിസിക്കൽ ബോഡിയിലേക്കും അസുഖമുണ്ടാക്കാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ ബോഡിക്ക് ചീത്ത ഊർജങ്ങളുടെ സാന്നിധ്യമുണ്ടായാൽ, രോഗങ്ങളുടെ സാന്നിധ്യമുണ്ടായാൽ അത് എനർജി ബോഡിയിലും പ്രതിഫലിക്കുന്നു. ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ഹീലേഴ്സിന് ചീത്ത ഊർജങ്ങളെ എടുത്തു കളയേണ്ടുന്ന രീതികൾ സ്വയമായി ആർജിച്ചെടുക്കുന്ന കഴിവുകൊണ്ട് ചീത്ത ഊർജങ്ങളെ ക്ലീൻ ചെയ്ത് അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് കഴിയുന്നു. അവിടെ ശുദ്ധമായ ഊർജത്തെ കൊടുത്ത് അതിനെ അവിടെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു പരിശീലന പദ്ധതിയാണ് യോഗ പ്രാണവിദ്യ. എല്ലാവർക്കും ഇത് പഠിക്കാനുള്ള അവസരമുണ്ട്. പഠിച്ച് സ്വയമായിട്ട് ചികിത്സിക്കാനും അവരവരുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കാനും എല്ലാം സാധിക്കുന്നു. ഭൂമിയിൽ നിന്നും വായുവിൽ നിന്നും സൂര്യനിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തെ മാനസിക നിലകളിൽ പോലുമുള്ള ചീത്ത ഊർജങ്ങളെ എടുത്തു കളയാനായിട്ട് ഹീലർക്ക് സാധിക്കുന്നു. ശരീരത്തെയും മനസ്സിനെയും ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഊർജത്തെയും സമതുലിതമാക്കാൻ നാം പരിശീലിച്ചാൽ വളരെ ലളിതമായി നമുക്ക് രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനാവുന്നു. രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് ഹീലിംഗ് ചെയ്യാനാകും. പ്രകൃതി നിയമങ്ങൾ മനസ്സിലാക്കിയാൽ ജീവിതം കൂടുതൽ ആരോഗ്യപരവും സന്തോഷകരവുമായി തീരുന്നത് കാണാം. യോഗ പ്രാണവിദ്യ ക്ലാസ്സുകൾ ഒരു ഓതറൈസ്ഡ് ഫൗണ്ടേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലും അതുപോലെ തന്നെ ഒട്ടനവധി വിദേശ രാജ്യങ്ങളിലും 2 ദിവസത്തെ അല്ലെങ്കിൽ 16 മണിക്കൂർ നേരത്തെ സമയം കൊണ്ട് ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ചക്രകളെക്കുറിച്ചും അതുപോലെ തന്നെ ഊർജ ശരീരങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാനാവുന്നു. ഒട്ടനവധി പാരമ്പര്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കബല പാരമ്പര്യങ്ങളിൽ ഇസ്രായേലിലുള്ള പുരോഹിതന്മാരുടെ ഹയർ സ്റ്റഡീസാണ് ചക്രാസ് എന്നുള്ള തത്വത്തെ കൂടുതൽ വെളിപ്പെടുത്തിയത്. ഇവിടെ ഉപനിഷത്തുകളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിലെ 11 കവാടങ്ങളുള്ള കൊട്ടാരം, നഗരം എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ശരീരവും അതിന് 11 ചക്രകളും ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്.
കബല പാരമ്പര്യത്തിൽ ഇതിനെ സെഫിറോത്സ് എന്നാണ് പറയുക. പല ഭാഗങ്ങളിലുമായി നിൽക്കുന്ന, ശരീരത്തെ നിയന്ത്രിക്കുന്ന, മനസ്സിനെ നിയന്ത്രിക്കുന്ന, വൈകാരിക തലത്തെ നിയന്ത്രിക്കുന്ന, ആത്മീയ പുരോഗതിയെ സഹായിക്കുന്ന ഈ തത്വങ്ങൾ എല്ലാവർക്കും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ അറിവിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ, ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ ചില ധ്യാന സമ്പ്രദായങ്ങളും ചില യോഗിക് പ്രാണായാമങ്ങളും ശാരീരികമായ ഘടയോഗങ്ങളുമായി ബന്ധപ്പെട്ട ചക്രകളെ ബാലൻസ് ചെയ്യുന്ന ചില തത്വങ്ങളും പരിശീലിച്ച് പഠിച്ച് 12 തൊട്ട് 16 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓൺലൈനിലായിട്ട് പഠിക്കാനായിട്ട് ഫൗണ്ടേഷൻ ഈ അടുത്ത കാലത്ത് പെർമിഷൻ തന്നിട്ടുണ്ട്. 3 ലെവൽ വരെ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ നേരിട്ട് ഇവിടെ തൃശ്ശൂർ ഒരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാം. അതിൽ നിങ്ങളൊരു ക്ലാസ് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ട്രെയിനർ അവിടെ വന്ന് പഠിപ്പിക്കുന്നതായിരിക്കും. 2 ദിവസത്തെ കോഴ്സ്. വിശദവിവരങ്ങൾക്ക്, കോഴ്സുകളെക്കുറിച്ച് വിശദവിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലും അല്ലെങ്കിൽ അതിലുള്ള വാട്സപ്പിലും കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് ഹീലിംഗ് കോഴ്സുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും, ഈ 2 ദിവസം കൊണ്ട് 20 കൊല്ലം കൊണ്ട് പഠിച്ചു തീരേണ്ട സബ്ജക്റ്റ് നിങ്ങളെ വളരെ എളുപ്പത്തിൽ, വളരെ ലളിതമായി ഗുരു തയ്യാറാക്കിയ തത്വങ്ങൾ, ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ 2 ദിവസം കഴിയുമ്പോഴേക്കും ഒരു പരിപൂർണനായ ഹീലറായിട്ട് മാറിയിട്ടുണ്ടാവും. വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ, എനിക്കറിയാം. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ഹീൽ ചെയ്ത് സുഖപ്പെടുത്താനുള്ള ഭാഗ്യം ദൈവം, ഗുരുക്കന്മാർ എനിക്ക് അനുവാദം തന്ന് സഹായിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ധൈര്യത്തോടു കൂടി തന്നെ പറയാം, ഇത് നിങ്ങൾക്ക് പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു തലത്തിലേക്ക് ആരോഗ്യപരമായും ശാരീരികപരമായും വൈകാരികപരമായും മാനസികം എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ടുള്ള തലങ്ങൾ, അതുപോലെ തന്നെ ആധ്യാത്മികപരമായിട്ടും ഡെവലപ്പ് ചെയ്യാനുള്ള ചവിട്ടുപടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് രഞ്ജിത്ത്, തൃശ്ശൂർക്കാരനാണ്. നമസ്തേ, താങ്ക് യു.